ഹായ് ഹലോ അസ്സലാമു അലൈക്കും. റോസ്ലിയ ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാൻ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലിരുന്നാട്ട് തന്നെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എൻ്റെ ഈ റൂമും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടലി ഇങ്ങനെയാണ് എൻ്റെ റൂം ഇപ്പോൾ ഉള്ളത് കേട്ടോ. കാരണം ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത നീറ്റായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ കാണിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ കോലത്തിലൊന്നും ആയിരിക്കില്ല ഈ റൂം ഉണ്ടാവുക. ആകെ അലങ്കോലമായി കിടക്കുന്ന ഒരു റൂമായിരിക്കും കേട്ടോ. ഇതിൽ കുറച്ച് ഫാൻസി ഐറ്റംസുകൾ, ഹെയർ ബാൻഡ്, പിന്നെ ക്ലിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഫാൻസി ഐറ്റംസുകളൊക്കെ കുറേ ടിക് ടാക്കും അതുപോലെ ബണ്ണും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചതാണ്. പിന്നെ ഇത് ഞാൻ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ വെക്കും, മടി പിടിച്ച് അവിടെ കിടക്കുന്നതാണ്. പിന്നെ ഈ ഒരു അലമാരയിലാണ് എൻ്റെ കുറേ സ്റ്റോറേജ് നമുക്ക് കിട്ടുമല്ലോ അലമാരയൊക്കെ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത്രയും കളക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു അലമാരയിലാണ് വെച്ചത്. നല്ല അലമാര തന്നെയാണ്, പക്ഷേ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. കാരണം അതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനും ഒരു സ്ഥലം വേണമല്ലോ. അപ്പോൾ കുറച്ച് ഗ്യാരണ്ടീൻ്റെ 1 ഇയർ ഗ്യാരണ്ടീൻ്റെ പാദസരങ്ങളൊക്കെ ഞാൻ അങ്ങനെ തൂക്കിയിട്ടിരിക്കുക കേട്ടോ. എന്നാൽ പിന്നെ ചെയിനൊന്നും കേടാവില്ലല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ കുറച്ച് കമ്മൽ, വള, അതുപോലത്തെ സംഗതികളൊക്കെ നമുക്ക് ഓരോ ബോക്സിലാക്കി വെക്കുമ്പോൾ അത് കേട് വരാതെ കിട്ടുമല്ലോ. അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അത്. പിന്നെ വലിയ ബോക്സിലൊക്കെ വാച്ചിൻ്റെ കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും ഞാൻ സെറ്റാക്കി വെച്ചിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ മോളാണ്, ചെറുതിലെടുത്ത ഒരു ഫോട്ടോ ആണ്. പിന്നെ ഇതിൽ വന്നിട്ട് കുറച്ച് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസുകളാണ്. ഞാൻ ജ്വല്ലറി ക്ലാസ് പഠിപ്പിക്കുന്നതുകൊണ്ടിട്ട് തന്നെ അത് അത്യാവശ്യമായതുകൊണ്ടിട്ട് അത് അവിടെ വെച്ചിട്ടിരിക്കുകയാണ്. ഇത് ഈ ഒരു ബോക്സിൽ ഫുൾ ആംഗ്ലറ്റിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഓരോന്നും ഓരോ സെക്ഷനാക്കി വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഓർഡറൊക്കെ വരുമ്പോൾ എടുക്കാൻ എളുപ്പത്തിലാണ്. എന്നാലും നമുക്ക് ചിലർ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം വാരി വലിച്ച് താഴേക്കിടും. എന്നിട്ട് അത് എടുത്ത് വെക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും കേട്ടോ. ഏതൊക്കെ കളക്ഷൻ ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളതൊക്കെ എടുത്ത് താഴേക്ക് എടുത്തിടും. പിന്നെ ഈ റൂം ആകെ അലങ്കോലമായി കിടക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇതിൻ്റെ താഴെ വന്നിട്ട് കുറച്ച് നൈലോൺ ബാൻഡ്, അതുപോലെ ഇലാസ്റ്റിക് ലേസ് ബാൻഡുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. ഈ സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കും അതുപോലെ ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇലാസ്റ്റിക് ബാൻഡൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും കേട്ടോ. ഇതൊരു തരം നൈലോൺ ബാൻഡാണ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഡെഡ് സ്റ്റോക്കായിട്ട് അവിടെ കിടക്കുകയാണ്. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം മൂവായി പോകണമെന്നില്ലല്ലോ. കുറേ അവിടെ കിടക്കുമല്ലോ. അതുപോലെ കുറച്ച് ഐറ്റംസുകളും ഇതുപോലെ കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് ഗ്ലിറ്റർ ട്യൂബും ഗ്ലിറ്റർ പേപ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കൂടുതലും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങൾ, അതുപോലെ ഹെയർ ബാൻഡിൻ്റെ മേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൽ നിൽക്കണ ഗോൾഡൻ കളറ് സെൻറ്റർ ക്ലിപ്പ്, ടിക് ടാക്ക്, അതുപോലെ കോമ്പ്, സെൻറ്റർ ക്ലിപ്പിൻ്റെ സിൽവർ കളറ്, പിന്നെ നൂൽക്കമ്പി സിൽവർ, ഗോൾഡ്, ഇത്രയും ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഇനി കുറേ മൂവായി പോവാനുണ്ട്. പിന്നെ ഗ്രീൻ ടാപ്പ്, ഫാബ്രിക് ഗ്ലൂ, സിൽക്ക് ത്രെഡ്, നൈലോൺ ത്രെഡ്, ഇതൊക്കെ ഈ ഒരു ബോക്സിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നമുക്ക് മാല ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ നമുക്ക് ഈ ത്രെഡൊക്കെ ആവശ്യമില്ല. പിന്നെ ഇത് കുറച്ച് ഹെയർ ബാൻഡ്സ് കേട്ടോ. സാറ്റിൻ ബോയും അതുപോലെ വയർ ബോയും പ്ലാസ്റ്റിക് ബോയും ഒക്കെ വന്നിട്ട് ഇതൊക്കെ നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് ഉള്ളതുകൊണ്ടിട്ട് നമുക്കതൊക്കെ ആവശ്യമാണ്. പിന്നെ ഗ്ലൂ, പിന്നെ അതുപോലെ മെറ്റൽ ഹെയർ ബാൻഡൊക്കെ സിൽവറും ഗോൾഡും, പിന്നെ ഇതിൻ്റെ തിന്നായിട്ടുള്ളതും ഉണ്ട് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ അതൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ബീഡ്സിൻ്റെയും ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും മാത്രമാണ് കേട്ടോ. ഇത് ഗ്ലാസ് ബീഡ്സ്, അതുപോലെ ജെല്ലി ബീഡ്സൊക്കെ ഈ ഒരു ഇതിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഫുള്ളായിട്ട് നമുക്ക് പേസ്റ്റൽ ബീഡ്സാണ് കേട്ടോ. പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ കുറച്ച് ചാംസാണ് നമുക്ക് കുട്ടികളുടെ ബാഗിലോ അതുപോലെ നമുക്ക് കീമലൊക്കെ വെക്കാൻ പറ്റും, കീ ചെയിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇത് നമുക്ക് ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ മാലയൊക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ കുറച്ച് ചാംസ് ഉണ്ട്. ഇത് വേറെയാണ്. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ വന്നിട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് കമ്മലോ വളയൊക്കെ മാലയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാംസൊക്കെ എടുക്കാം കേട്ടോ. കാരണം നല്ല ക്യൂട്ടായിട്ടുള്ള ബേബി ഡോളും ഒക്കെ ഉണ്ട്, ചെറിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ ചെറിയ കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. പിന്നെ വന്നിട്ടുള്ളത് ആംഗ്ലറ്റിൻ്റെ ഹുക്ക്, ചെയിൻ, ഇതൊക്കെ കുറേ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത് ബൾക്കാക്കിയിട്ട് ഇറക്കില്ല കേട്ടോ. അതൊക്കെ കുറച്ച് കൊണ്ടുവന്ന് വെക്കലുള്ളൂ, ആവശ്യത്തിന് മാത്രം കൊണ്ടുവന്ന് വെക്കലുള്ളൂ. കാരണം ഇപ്പോൾ കൂടുതലായിട്ടും മൂവിങ് ആയിട്ട് പോകുന്നത് ഫാൻസി ഐറ്റംസുകളാണല്ലോ. പിന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെക്കലുള്ളൂ. പിന്നെ അധികമൊന്നും കൊണ്ടുവന്ന് പിന്നെ എനിക്ക് പഴയ കസ്റ്റമർ ഉണ്ടാവും, പിന്നെ വാങ്ങുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതുണ്ടോ ഇതുണ്ടോ ചോദിക്കുമ്പോൾ ഞാൻ എടുത്തു കൊടുക്കും. ഇത് നമുക്ക് കുട്ടികൾക്ക് വളയായിട്ട് ഉപയോഗിക്കാം, അതുപോലെ വലിയവർക്ക് കമ്മലായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ, പാക്കിൻ്റെ ഷുഗർ ബീഡ്സൊക്കെയാണ്. പിന്നെ ഈ ഒരു ബോക്സിൽ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് പേൾ ബീഡ്സ് ആണ് കേട്ടോ. പേൾ ബീഡ്സിൻ്റെ പല പല കളറുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സൂക്കൊക്കെ ഇതിൽ പെട്ടുപോയതാണ്, അതൊക്കെ മാറ്റി വെക്കേണ്ടതായിനി. അതൊക്കെ ഓർഡർ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിൽ ചിലർ ഓർഡറൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ ഞങ്ങൾ പിന്നെ വാങ്ങിച്ചോളാം എന്ന് പറയും, പേയ്മെൻറ്റ് ചെയ്യൂല. അങ്ങനത്തെ ഒരു ടീമിൻ്റെ ഒക്കെയാണ് കേട്ടോ ഇതിലിട്ട്. പിന്നെ അത് തിരിച്ച് വെക്കാൻ ഭയങ്കര മടിയായിരിക്കും. ഈ ഒരു സാധനം എന്തിനാണ് വാങ്ങിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല. ഇത് എന്തിനാണ് ഉപയോഗിക്കുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല എന്തിനാണ് വാങ്ങിച്ചത്. ചില സാധനങ്ങൾ അങ്ങനെയാണ്, കാരണം നമ്മളാണ്ട് വാങ്ങിക്കും, പക്ഷേ എന്തിനാണ് ഉപകാരപ്പെടാമെന്ന് പോലും നമുക്ക് അറിയില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. പിന്നെ ഈ ഒരു ഏരിയ കണ്ടാൽ നല്ല നീറ്റായിരിക്കും, പക്ഷേ ഇതിൻ്റെ താഴെ അതേപോലെ തന്നെ നല്ല സാധനങ്ങളൊക്കെ കുത്തി നിറച്ചിരിക്കുന്ന ടൈം ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഫാൻസി ഐറ്റംസുകൾ തന്നെയാണ്. ചില സമയത്ത് എടുത്ത് വെക്കാൻ മടിയുള്ള കാര്യങ്ങളൊക്കെ വേഗം കട്ടിൻ്റെ ചോട്ടിലേക്കാണ്ട് നീക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഇറക്കിയിട്ടാൽ വരുന്ന ആളുകൾക്ക് നല്ല നീറ്റായിട്ട് തോന്നുമല്ലോ എന്ന് കരുതിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ടോട്ടലി ഇങ്ങനെയാണ് ഈ ഒരു റൂം കിടക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു വാടക ഇല്ലാത്തൊരു റൂമിലാണിപ്പോൾ നമ്മൾ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു റൂമിൽ നിങ്ങളെ വീട്ടിലെ ഒരു ഒഴിഞ്ഞ മുറിയിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിലിരുന്നായിട്ട് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമ്മളിപ്പോൾ വാടക ഒന്നും കൊടുക്കണ്ടല്ലോ. ഒരു ഒഴിഞ്ഞ റൂമോ അല്ലെങ്കിൽ പുറത്ത് ഓപ്പൺ ടെറസിലൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു മാറ്റിൽ നിന്നാണ് കേട്ടോ ഞാൻ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കൽ. പിന്നെ ഈ ഒരു ഏരിയയിൽ ഇതിൽ നിന്നാണ് ഞാൻ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്നാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യാൻ പറ്റും. വീട്ടിലിരുന്നാട്ട് തന്നെ, പുറത്തൊന്നും പോവാതെ തന്നെ നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങളോ അല്ലെങ്കിൽ ഫാൻസി ഐറ്റംസുകളൊക്കെ സെയിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ജ്വല്ലറി മേക്കിങ് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ എങ്ങനെയൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഒരു കബോർഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഭംഗിയായിട്ട് ഇതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെറിയ കുഞ്ഞു ബിസിനസ് ചെയ്തിട്ട് കുറഞ്ഞ രീതിയിലൊക്കെ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.